തൃശൂരിൽ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി ഫുട്ബോൾ ആരാധകർ. ലോകകപ്പ് മത്സരങ്ങളുടെ ബിഗ് സ്ക്രീൻ പ്രദർശനം സെക്രട്ടറി അട്ടിമറിക്കുന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം. നഗരസഭ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധം സന്തോഷ് ട്രോഫി താരം ബാബു ആന്റോ ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. വണ്ടി എടുക്കുക, അതിൽ പോവാ. ചില സ്നേഹിതന്മാര് ഗുരുവായൂരിലെ ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ പോയി മദ്യപിച്ച് ലക്ക് കെട്ടിയോടെ വന്നിരിക്കുക. ഈ ലക്ക് കെട്ട് ബുദ്ധിശൂന്യനായ മദ്യപിച്ച് നടക്കുന്ന ഈ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ മുതിരുന്നു. ലെവിൻ കെ വിജയൻ നൽകും വിശദാംശങ്ങൾ. ലെവിനെ, അവിടെ കളി തുടങ്ങിയില്ലെങ്കിലും ഇവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബിഗ് സ്ക്രീൻ പ്രദർശനം വേണ്ടെന്ന് വയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ എന്താണ് ഈ സെക്രട്ടറി കാരണമായി പറയുന്നത്? എങ്ങനെയായിരുന്നു ഈ പ്രതിഷേധം? അരുണ്യ, ഫുട്ബോൾ ആവേശവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും ഇടകലർന്ന ഒരു വിഷയം തന്നെയാണ് ഗുരുവായൂർ നഗരസഭയിൽ ഇപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ മുൻ സംഭവങ്ങളുമെല്ലാം. ഗുരുവായൂർ നഗരസഭയുടെ സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ ദിവസം CPM കൗൺസിലർമാർ ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള നിലയിലുള്ള പരാതികൾ ഉണ്ടായത്. ഈ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് 3 CPM കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ള കാരണം കഴിഞ്ഞ ഭരണസമിതി LDFന്റെ ഭരണസമിതിയായിരുന്നു. അവർ പതിവായി എല്ലാ ലോകകപ്പ് കാലങ്ങളിലും ഇത്തരത്തിൽ ബിഗ് സ്ക്രീനിൽ ഫുട്ബോൾ മത്സരങ്ങളുടെ പ്രദർശനം നഗരസഭ ഹാളിൽ വെച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയും അത്തരത്തിലൊരു തീരുമാനമെടുത്തു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നഗരസഭയിലെ ഭരണം മാറുകയും UDF ഭരണസമിതി അധികാരത്തിലെത്തുകയും അതിന് പിന്നാലെ തന്നെ സെക്രട്ടറി ഇത്തരത്തിൽ ഏകപക്ഷീയമായി മുൻ കൗൺസിൽ എടുത്ത തീരുമാനത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങളുടെ പ്രദർശനത്തിനായി ഈ ഓഡിറ്റോറിയം വിട്ടു നൽകാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെ ചൊല്ലി വാക്കേറ്റം ഉണ്ടാവുകയും CPM കൗൺസിലർമാർ ഇദ്ദേഹത്തിനെതിരെ കയ്യേറ്റം ചെയ്തതായി പരാതി ഉണ്ടാവുകയുമായിരുന്നു. ആ പരാതിക്ക് കൗണ്ടർ പെറ്റീഷൻ എന്നുള്ള നിലയിൽ CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ പരാതി നൽകി. തൊട്ടു പിന്നാലെയാണ് ഇന്ന് സെക്രട്ടറിക്കെതിരെ ഗുരുവായൂർ നഗരസഭയിൽ കൗൺസിലർമാർ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കെ ഫുട്ബോൾ ആരാധകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്. ഇത് വൈകിട്ട് നഗരസഭാ ഓഫീസിന് മുൻപിൽ കനത്ത മഴയിലും ഫുട്ബോൾ ആരാധകർ പ്രതിഷേധവുമായി എത്തി. നഗരസഭ കവാടത്തിലേക്ക് പ്രതിഷേധ ഗോൾ അടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. സന്തോഷ് ട്രോഫി മുൻതാരമായിരുന്ന ബാബു ആന്റോ അടക്കം ഗോൾ അടിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിവിധ ഫുട്ബോൾ ആരാധക കൂട്ടായ്മകളും അതോടൊപ്പം തന്നെ ഫുട്ബോൾ ക്ലബ്ബുകളും ഒക്കെ ചേർന്നുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ഈ ജൂൺ 12 തന്നെ നഗരസഭാ ടൗൺ ഹാളിൽ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിനൊപ്പം എന്തായാലും തൃശ്ശൂരിലാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ അതിന്റെ ഒരു ബിഗ് സ്ക്രീൻ പ്രദർശനം വേണ്ടെന്ന് വെച്ച സെക്രട്ടറിക്കെതിരെയുള്ള പ്രതിഷേധം. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.